10ാം ക്ലാസ്സിലെ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. അതിലെ 3ാമത്തെ ക്ലാസ്സാണിപ്പോൾ. ആദ്യം നമ്മൾ റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് വാട്ടർ പഠിച്ചു, പിന്നെ റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് എയർ പഠിച്ചു, റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് ആസിഡ് പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിലെ റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. ദ സീരീസ് ഒബ്റ്റൈൻഡ് ബൈ അറേഞ്ചിങ് സം ഓഫ് ദ മെറ്റൽസ് ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദ റിയാക്ടിവിറ്റി. കുറച്ച് മെറ്റൽസിനെ റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള സീരീസാണ് റിയാക്ടിവിറ്റി സീരീസ്. ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി പേജ് നമ്പർ 50 ആണ് കുട്ടികൾ എടുക്കേണ്ടത്. അതിൽ റിയാക്ടിവിറ്റി സീരീസിൻ്റെ മോഡൽ കൊടുത്തിട്ടുണ്ട്. പൊട്ടാസ്യയിൽ മെറ്റൽസ് നോക്കൂ: പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്. അപ്പോൾ കുട്ടികൾക്ക് തോന്നാം, ഹൈഡ്രജൻ എന്തിനാണ് ഈ മെറ്റൽസിൽ ഉൾപ്പെടുത്തിയിരിക്കണേന്ന്. മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്ന ഓർഡറിലാണ് റിയാക്ടിവിറ്റി സീരീസ്. ഹൈഡ്രജൻ എന്തിനാണ് ഈ മെറ്റൽസിൽ ഉൾപ്പെടുത്തിയിരിക്കണേ? ഹൈഡ്രജൻ ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദിസ് സീരീസ് ഫോർ ദ സേക്ക് ഓഫ് കമ്പാരിസൺ ഓഫ് കെമിക്കൽ റിയാക്ടിവിറ്റി. കെമിക്കൽ റിയാക്ടിവിറ്റി കമ്പയർ ചെയ്ത് പറയാൻ, താരതമ്യപ്പെടുത്തി പറയാനാണ് റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ റിയാക്ടിവിറ്റി സീരീസിലെ ഹൈഡ്രജനെ മുകളിലുള്ള മെറ്റൽസ്, അതിൻ്റെ ഡൈലൂട്ട് HCl ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ദ മെറ്റൽസ് എബവ് ഹൈഡ്രജൻ ഇൻ ദ റിയാക്ടിവിറ്റി സീരീസ് ക്യാൻ ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം HCl, ഡൈലൂട്ട് HCl. നോക്കൂ, റിയാക്ടിവിറ്റി ഈ മെറ്റൽസൊക്കെ ഏതൊക്കെ മെറ്റൽസ്? പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്. ഇത്രയും മെറ്റൽസ് റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജന് മുകളിലാണ്. ഈ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ് ആണ്. ഈ മെറ്റൽസ് റിയാക്ട് വിത്ത് ഡൈലൂട്ട് HCl ആൻഡ് ഡിസ്പ്ലേസസ് ഹൈഡ്രജൻ. ഇനി റിയാക്ടിവിറ്റി സീരീസിലെ ഹൈഡ്രജന് താഴെയുള്ള മെറ്റൽസ് കോപ്പർ, സിൽവർ, ഗോൾഡ് റിയാക്ടിവിറ്റി തീരെ ഇല്ലാത്ത മെറ്റൽസ് ആണ്. ഇവർ ഡു നോട്ട് ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം ഡൈലൂട്ട് HCl. ഡൈലൂട്ട് HClൽ നിന്ന് ഹൈഡ്രജൻ ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കില്ല. കുട്ടികൾ ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്കിലെ പേജ് 50 എന്ന് എഴുതുക. ടെക്സ്റ്റ് ബുക്കിലെ പേജ് 50 ആണ്, അത് എഴുതുക. എന്നിട്ട് ടേബിൾ 3-2 ഈ റിയാക്ടിവിറ്റി സീരീസ് നോട്ട്ബുക്കിലേക്ക് എഴുതുക, കാണാതെ പഠിക്കുക. ഈ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട ഏത് ചോദ്യം വന്നാലും നമുക്ക് റിയാക്ടിവിറ്റി സീരീസിൽ ഈ മെറ്റൽ മുകളിലാണോ താഴെയാണോ എന്നറിയണം, റിയാക്ടിവിറ്റി കൂടുതലാണോ കുറവാണോ എന്നറിയണം. അപ്പം അതുകൊണ്ട് ഈ ടേബിൾ കുട്ടികൾ കാണാതെ ഇങ്ങനെ വളരെ എളുപ്പമാണ്. കുറച്ച് ദിവസം നോക്കി വായിച്ചാൽ മതി വെറുതെ. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, നിക്കൽ, ടിൻ, ലെഡ്, കോപ്പർ, സിൽവർ, ഗോൾഡ്. അതങ്ങോട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഈ 2 സെൻറ്റൻസ് അതിൻ്റെ കൂടെ എഴുതി വെക്കുക. The reactivity series and displacement reaction. Prepare some copper sulfate solution in a beaker and dip a zinc rod in it. ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്. തുരിശ് എന്ന് പറയും, പശയൊക്കെ കുറുക്കുമ്പോൾ ഇടുന്ന ബ്ലൂ കളറുള്ള സാധനമില്ലേ അത്. ആ തുരിശ് ബീക്കറിലെടുത്ത് വെള്ളത്തിൽ കലക്കി കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനായി അതിലേക്ക് സിങ്ക് റോഡ് മുക്കി വെച്ചു. വിക്ടേഴ്സ് ചാനലിലെ വീഡിയോയിൽ ഈ എക്സ്പെരിമെൻറ്റ് കാണിക്കുന്നുണ്ട്. സിങ്ക് റോഡ് മുക്കിയിട്ട് സിങ്ക് റോഡിൻ്റെ മുക്കിയ ഭാഗത്ത് കോപ്പറിൻ്റെ കളർ വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് കാണാം. കുട്ടികൾ ഈ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട വിക്ടേഴ്സ് ചാനലിലെ വീഡിയോൻ്റെ ലിങ്ക് ടീച്ചർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഇതിനൊപ്പം ആ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ കോപ്പർ സൾഫേറ്റ് ബീക്കറിലെടുത്തു, സിങ്ക് റോഡ് അതിലേക്ക് മുക്കി വെച്ചു. പ്രിപ്പയർ സം കോപ്പർ സൾഫേറ്റ്. ഒബ്സർവ് ദ ചേഞ്ചസ് ആഫ്റ്റർ സം ടൈം. കുറച്ച് കഴിഞ്ഞപ്പോൾ വാട്ട് ഹാപ്പൻ ടു ദ സിങ്ക് റോഡ്? സിങ്ക് റോഡിന് എന്ത് പറ്റി? ആ സിങ്ക് റോഡിൻ്റെ ഡിപ്പ് ചെയ്ത് വെച്ച ഭാഗം ഉണ്ടല്ലോ, ഇത്രയും ഭാഗത്തിൻ്റെ കളർ മാറി, ഒരു ബ്രൗൺ പോലത്തെ കളറായി, കോപ്പറിൻ്റെ ചെമ്പിൻ്റെ നിറമായിട്ട് മാറി അല്ലേ. സിങ്കിന് ശരിക്കും ഒരു ആഷ് കളറായിരുന്നു. ആഷ് കളർ ചേഞ്ചസ് ടു കളർ ഓഫ് കോപ്പർ, കോപ്പറിൻ്റെ കളറായിട്ട് മാറി ആഷ് കളർ. സിങ്കിൻ്റെ ആഷ് കളറ് കോപ്പറിൻ്റെ കളറായിട്ട് മാറി. വാട്ട് ഹാപ്പൻ ടു സിങ്ക് റോഡ്? എന്താണ് അതിൻ്റെ കാരണം? കോപ്പർ സിങ്ക് റോഡുമ്മ ഡെപ്പോസിറ്റ് ചെയ്തു. അതുകൊണ്ടാണ് കോപ്പർ കോട്ടഡ് ഓൺ സിങ്ക് റോഡ്, കോപ്പർ കോട്ടഡ് ഓൺ സിങ്ക് റോഡ്. അതാണ് സിങ്ക് റോഡിൻ്റെ ആഷ് കളറ് ചെമ്പിൻ്റെ കളറായി മാറാൻ കാരണം. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? എന്തുകൊണ്ടാണ് ഈ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ, സിങ്ക് കോപ്പർ സൾഫേറ്റിലെ കോപ്പർ നിൽക്കുന്നത് Cu2+ ആയിട്ടാണ്.
കോപ്പർ സൾഫേറ്റ് Cu2+ഉം SO4 2- അയോൺസ് ആയിട്ടാണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ Cu2+ ആണ്. അതിന് 2 ഇലക്ട്രോൺ കിട്ടിയാൽ കോപ്പർ ആറ്റമായി മാറും. അപ്പോൾ സിങ്ക് ആണ്, നോക്കൂ, റിയാക്ടിവിറ്റി സീരീസിലെ സിങ്ക് ആണ് മുകളിൽ, കോപ്പർ താഴെയാണ്. അപ്പോൾ സിങ്കിന് ഇലക്ട്രോണിനെ കൊടുക്കാൻ പറ്റും, കോപ്പറിന് ഇലക്ട്രോണിനെ കൊടുക്കാൻ പറ്റും. സിങ്ക് കോപ്പറിന് 2 ഇലക്ട്രോണിനെ കൊടുത്താൽ കോപ്പർ ആറ്റമായി ഈ സിങ്ക് റോഡിൻ്റെ മുകളിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, കോട്ട് ചെയ്യുന്നു. കോപ്പർ കോട്ടഡ് ഓൺ സിങ്ക് റോഡ്. എവിടെ നിന്നാണ് ഈ ഇലക്ട്രോണിന് കിട്ടിയത്? സിങ്ക് ഡൊണേറ്റ് ചെയ്ത 2 ഇലക്ട്രോണിനെ കോപ്പർ റിസീവ് ചെയ്തപ്പോൾ Cu2+ എന്നുള്ളത് +2 ഇലക്ട്രോൺ, അപ്പോൾ Cu ആയിട്ട് മാറി, കോപ്പർ ആറ്റായിട്ട് കോട്ടഡ് ഓൺ സിങ്ക് റോഡ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് Cu2+ അയോൺസ് ബിക്കം കോപ്പർ ആൻഡ് ഡെപ്പോസിറ്റഡ് ഓൺ സിങ്ക് റോഡ്? വാട്ട് ഈസ് ദ റീസൺ for the change in intensity of the color of copper sulfate solution? കോപ്പർ സൾഫേറ്റിന് ശരിക്കും ബ്ലൂ കളറാണ്. കോപ്പർ സൾഫേറ്റ് വെള്ളത്തിൽ കലക്കുമ്പോൾ അതിന് ബ്ലൂ കളറാണ്. ആ കളർ ഫെയ്ഡാവും, മങ്ങിപ്പോവും. എന്താണ് കോപ്പർ സൾഫേറ്റിന് വന്ന മാറ്റം? എന്താ? ബ്ലൂ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് ഫെയ്ഡ്സ്. ബ്ലൂ കളർ മങ്ങിപ്പോകുന്നു. എന്താണ് ഈ ബ്ലൂ കളർ മങ്ങാനുള്ള കാരണം? ഈ ബ്ലൂ കളറിന് കാരണം, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ ബ്ലൂ കളറിന് കാരണം Cu2+ അയോൺസ് ആണ്. Cu2+ അയോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ബ്ലൂ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഇപ്പോൾ സിങ്ക് റോഡ് ഡിപ്പ് ചെയ്തപ്പോൾ നേരത്തെ ടീച്ചർ പറഞ്ഞു, സിങ്ക് കോപ്പറിന് 2 ഇലക്ട്രോണിനെ കൊടുത്ത് കോപ്പർ Cu2+ കോപ്പർ ആറ്റായിട്ട് മാറും. അപ്പോൾ ബ്ലൂ കളർ കുറയുമല്ലോ. Cu2+ ഉണ്ടെങ്കിലാണ് ബ്ലൂ കളർ ഉണ്ടാവുള്ളൂ. അപ്പോൾ Cu2+ കോപ്പർ ആറ്റായിട്ട് സിങ്ക് റോഡിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. സിങ്ക് പകരം ഈ സൾഫേറ്റിൻ്റെ കൂടെ കൂടും, സിങ്ക് സൾഫേറ്റ് ആയിട്ട് മാറും ഇത്. അപ്പോൾ എന്താണ് ബ്ലൂ കളർ കുറയാൻ കാരണം? ബ്ലൂ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് Cu2+ അയോൺസ്. Cu2+ അയോൺസ് ആണ് കോപ്പർ സൾഫേറ്റിൻ്റെ ബ്ലൂ കളറിന് കാരണം. വെൻ ദ സിങ്ക് റോഡ് ഈസ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, ദ Cu2+ അയോൺസ് ഇൻ ദ സൊല്യൂഷൻ ഗെറ്റ് ഡെപ്പോസിറ്റഡ് അറ്റ് ദ സിങ്ക് റോഡ് ആസ് Cu2+ കോപ്പർ ആറ്റമായി സിങ്ക് റോഡിന് മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇതാണ് കോപ്പർ സൾഫേറ്റിൻ്റെ ബ്ലൂ കളർ ഫെയ്ഡ് ആവാൻ കാരണം. ദ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ സിങ്ക് റോഡാണ് മുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതും? Zn പ്ലസ് കോപ്പർ സൾഫേറ്റിലാണ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, പ്ലസ് കോപ്പർ സൾഫേറ്റ്. എന്താണ് ഉണ്ടാവുന്നത്? സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ. അപ്പോൾ ZnSO4 പ്ലസ് Cu. വിച്ച് ഈസ് ദ മെറ്റൽ ദാറ്റ് ഗെറ്റ്സ് ഡിസ്പ്ലേസ്ഡ് ഹിയർ? ഇവിടെ ഏത് മെറ്റലാണ് ഡിസ്പ്ലേസ് ചെയ്തത്? സിങ്ക് ആണോ കോപ്പർ ആണോ? അതെങ്ങനെയാണ് അറിയാം? റിയാക്ടിവിറ്റി സീരീസിൽ സിങ്ക് ആണ് മുകളിൽ. അപ്പോൾ സിങ്കിന് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്ന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയും. റിയാക്ടിവിറ്റി സീരീസിൽ മുകളിലുള്ള മെറ്റല് താഴെയുള്ള മെറ്റലിനെ അതിൻ്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന്, കോപ്പറിൻ്റെ സോൾട്ട് സൊല്യൂഷൻ ഏതാണ്? കോപ്പർ സൾഫേറ്റ്. സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നു. വിച്ച് ഈസ് ദ മെറ്റൽ ദാറ്റ് ഗെറ്റ്സ് ഡിസ്പ്ലേസ്ഡ് ഹിയർ? കോപ്പർ. ആരാണ് ഡിസ്പ്ലേസ് ചെയ്തത്? സിങ്ക്. വിച്ച് ഈസ് മോർ റിയാക്റ്റീവ്, സിങ്ക് ഓർ കോപ്പർ? റിയാക്ടിവിറ്റി സീരീസിൽ മുകളിലുള്ള ആളാണ് മോർ റിയാക്റ്റീവ്, സിങ്ക് ആണ് മുകളിൽ, താഴെയാണ് കോപ്പർ. റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്ന, ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി, മെറ്റൽസിന് ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്ന ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിങ്ക് ആണ് മോർ റിയാക്റ്റീവ്. വിച്ച് ഈസ് മോർ റിയാക്റ്റീവ്, സിങ്ക് ഓർ കോപ്പർ? സിങ്ക്. On the basis of the position of zinc and copper in the reactivity series, can you explain why copper had been displaced? എന്തുകൊണ്ടാണ് കോപ്പർ ഡിസ്പ്ലേസ് ചെയ്തതെന്ന് പറയാൻ പറ്റുമോ? എന്താണ് കാരണം? റിയാക്ടിവിറ്റി സീരീസ് സിങ്ക് ഈസ് എബവ് കോപ്പർ. സിങ്ക് ആണ് മുകളിലെ. സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. സിങ്ക് കോപ്പറിനേക്കാൾ റിയാക്റ്റീവ് ആണ്. സിങ്ക് ക്യാൻ ഡൊണേറ്റ് ഇലക്ട്രോൺ ടു കോപ്പർ. സിങ്കിന് കോപ്പറിന് ഇലക്ട്രോണിനെ കൊടുക്കാൻ സാധിക്കും. സോ സിങ്ക് ക്യാൻ ഡിസ്പ്ലേസ് കോപ്പർ ഫ്രം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. റിയാക്ടിവിറ്റി സീരീസിലെ സിങ്ക് കോപ്പറിനേക്കാൾ മുകളിലാണ്. സിങ്കിന് റിയാക്ടിവിറ്റി കൂടുതലാണ്. സിങ്കിന് കോപ്പറിന് ഇലക്ട്രോണിനെ കൊടുക്കാൻ സാധിക്കും. അങ്ങനെ സിങ്ക് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു.
അപ്പം എന്താണ് അതിൻ്റെ കാരണം? കോപ്പർ ഈസ് ലെസ് റിയാക്റ്റീവ് ദാൻ സിങ്ക്. സിങ്ക് ഈസ് എബവ് ഇൻ ദ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് മോർ റിയാക്റ്റീവ്. ഈസിൻ്റെ ഡ്യൂ ടു ദ ഹയർ റിയാക്ടിവിറ്റി ഓഫ് സിങ്ക് വെൻ കമ്പയർഡ് ടു, അതാണ് കാരണം അല്ലേ. എന്താണ് അതിൻ്റെ കാരണം? ഹൈ റിയാക്ടിവിറ്റി ഓഫ് സിങ്ക് വെൻ കമ്പയർഡ് ടു കോപ്പർ. അതാണ് അതിൻ്റെ ആൻസർ. ഹൈ ടീച്ചർ എഴുതിയതിൻ്റെ കൂടെ ഇതും കൂടി പഠിക്കുക. ഹൈ റിയാക്ടിവിറ്റി ഓഫ് സിങ്ക് കമ്പയർഡ് ടു copper. Let us rewrite the above equation showing the nature of the ions as below. നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, സിങ്കും കോപ്പർ സൾഫേറ്റും കൂടി ചേർന്ന് സിങ്ക് സൾഫേറ്റ് കോപ്പർ ഉണ്ടാവുന്നത്. അതിൻ്റെ അയോൺസിനെ റെപ്രസെൻറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതിൻ്റെ മുകളിൽ നമ്മൾ എഴുതി വെക്കില്ലേ, സിങ്ക് ആറ്റ് ആയതുകൊണ്ട് 0. ഇനി കോപ്പർ സൾഫേറ്റിൽ കോപ്പറിൻ്റെ ചാർജ് Cu2+, SO4ന് SO4 2-, സിങ്ക് സൾഫേറ്റിൽ Zn2+, SO4 2-. കോപ്പർ ആറ്റ ആയതുകൊണ്ട് അതിന് 0 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ Zn + CuSO4 gives ZnSO4 + Cu. Zn ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0. കോപ്പർ സൾഫേറ്റിലെ കോപ്പർ Cu2+ SO4 2-, Zn2+. എന്തുകൊണ്ടാണ് ഈ Zn2+ ആയത്? സിങ്ക് 2 ഇലക്ട്രോണിനെ കോപ്പറിന് കൊടുത്തു. അങ്ങനെ എന്തായി? Zn2+ SO4 2-. കോപ്പർ Cu2+ എന്നുള്ളത് സിങ്ക് കൊടുത്ത 2 ഇലക്ട്രോണിനെ റിസീവ് ചെയ്തപ്പോൾ 2+ 0 ആയി. പ്ലസുമായി 2- അല്ലേ, അപ്പോൾ Cu 0 ആയി മാറി. ദ ചേഞ്ച് ദാറ്റ് ഹാപ്പൻസ് ടു സിങ്ക്. സിങ്കിന് വന്ന മാറ്റം എന്താണ്? സിങ്ക് 2 ഇലക്ട്രോണിനെ കൊടുത്ത് Zn2+ ആയി മാറി. അപ്പോൾ എന്താണ് മാറ്റം? Zn ഗീവ്സ് Zn2+ + 2 ഇലക്ട്രോൺ. Zn എന്ന് മാത്രം എഴുതുമ്പോൾ 0 എന്നാണ് അതിൻ്റെ മുകളിൽ എഴുതുക. അതിൻ്റെ ചാർജ് ആറ്റായിട്ട് നിൽക്കുമ്പോൾ 0. ഇനി Zn2+ + 2 ഇലക്ട്രോൺ. ഈസ് ദിസ് റിയാക്ഷൻ ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ? വൈ? ഇത് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? നമ്മൾ 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഡൊണേഷൻ ഓഫ് ഇലക്ട്രോൺ ആണ് ഓക്സിഡേഷൻ. ആരാണ് ഇവിടെ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തത്? സിങ്ക് അല്ലേ. അപ്പോൾ സിങ്ക് ഡൊണേറ്റ് ഇലക്ട്രോൺ, സോ ഇറ്റ് ഈസ് ഓക്സിഡേഷൻ. സിങ്ക് ഡൊണേറ്റ് ഇലക്ട്രോൺ, അതുകൊണ്ട് അതിന് ഓക്സിഡേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓക്സിഡേഷൻ പഠിച്ചിട്ടുള്ളത് ഓക്സിഡേഷൻ നമ്പർ ഓഫ് സിങ്ക് ഇൻക്രീസസ് ഫ്രം 0 to 2+. സിങ്കിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0ൽ നിന്ന് 2+ലേക്ക് കൂടുന്നു. ഓക്സിഡേഷൻ ടേക്ക് പ്ലേസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഓക്സിഡേഷൻ ആണെന്ന് പറയാൻ കാരണം? സിങ്ക് ഡൊണേറ്റ് ഇലക്ട്രോൺ, അതുകൊണ്ട് ഇത് ഓക്സിഡേഷൻ ആണ്. അല്ലെങ്കിലോ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സിങ്ക് ഇൻക്രീസസ് ഫ്രം 0 to 2+, അതുകൊണ്ടും ഇത് ഓക്സിഡേഷൻ ആണ്. ദ ചേഞ്ച് ദാറ്റ് ഹാപ്പൻസ് ടു Cu2+. Cu2+ന് വന്ന മാറ്റം നോക്കൂടെ. Cu2+ സിങ്ക് കൊടുത്ത 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് കോപ്പർ ആറ്റമായി മാറുന്നു. Cu2+ + 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. What is the name of this reaction? Copper receive electron. അപ്പോൾ ഇതിനെന്താ പറയുക? റിഡക്ഷൻ. അപ്പോൾ എന്താണ് കോപ്പറിന് സംഭവിക്കുന്നത്? റിഡക്ഷൻ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? കോപ്പർ റിസീവ്സ് ഇലക്ട്രോൺ. സിങ്ക് കൊടുത്ത 2 ഇലക്ട്രോണിനെ കോപ്പർ സ്വീകരിച്ചു. കോപ്പറിന് റിഡക്ഷൻ സംഭവിച്ചു. അപ്പോൾ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിഡേഷൻ നമ്പർ ഓഫ് കോപ്പർ ഡിക്രീസസ്. ഇതൊക്കെ 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു കേട്ടോ. ഓക്സിഡേഷൻ നമ്പർ ഓഫ് കോപ്പർ ഡിക്രീസസ് ഫ്രം 2+ to 0. 2+ൽ നിന്ന് 0യിലേക്ക് കുറയുന്നു. കോപ്പറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 2+ൽ നിന്ന് 0യിലേക്ക് കുറയുന്നു. അതുകൊണ്ട് എന്താ പറയുക? റിഡക്ഷൻ ടേക്ക് പ്ലേസ്. എന്താ കാരണം? കോപ്പർ റിസീവ്സ് ഇലക്ട്രോൺ, അതാണ് കാരണം. അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ് ഫ്രം 2+ to 0. സിങ്ക് ഈസ്, അപ്പോൾ സിങ്കിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്. ആൻഡ് കോപ്പർ ഈസ് റിഡ്യൂസ്ഡ്. ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് സൈമിൾട്ടേനിയസ്ലി, സോ ഇറ്റ് ഈസ് എ റിഡോക്സ് പ്രോസസ്. ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ സിങ്കിന് ഓക്സിഡേഷനും കോപ്പറിന് റിഡക്ഷനും സംഭവിച്ചു. ഓക്സിഡേഷൻ, സിങ്ക് ഈസ് ഓക്സിഡൈസ്ഡ് ആൻഡ് കോപ്പർ ഈസ് റിഡ്യൂസ്ഡ്. ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് സൈമിൾട്ടേനിയസ്ലി. ഒരുമിച്ചാണ് രണ്ടും സംഭവിച്ചത്. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ റിഡോക്സ് റിയാക്ഷൻ. അടുത്ത എക്സാമ്പിൾ ടീച്ചർ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതിന് താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. മെറ്റൽസ് ഹാവിങ് ഹൈ റിയാക്ടിവിറ്റി ഡിസ്പ്ലേസ് ദ മെറ്റൽസ് ഹാവിങ് ലെസ് റിയാക്ടിവിറ്റി ഫ്രം their salt solution. റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ്, എക്സാമ്പിൾ സിങ്ക്. ഡിസ്പ്ലേസ് മെറ്റൽസ് ഹാവിങ് ലെസ് റിയാക്ടിവിറ്റി, റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽ, എക്സാമ്പിൾ കോപ്പർ.
ഫ്രം ദയർ സോൾട്ട് സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റിൽ നിന്ന് സിങ്ക് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. റിയാക്ടിവിറ്റി കൂടിയ മെറ്റല് റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ അതിൻ്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നു. Such chemical reactions are known as displacement reactions. Metals with higher reactivity get oxidized. സിങ്കിനാണ് higher reactivity. Zinc gets oxidized. And those with lesser reactivity get reduced. കോപ്പറിനാണ് lesser reactivity. Copper get reduced. Displacement reactions are redox reaction. എന്താണ് കാരണം? സിങ്കിന് ഓക്സിഡേഷനും കോപ്പറിന് റിഡക്ഷനും take place simultaneously ഒരുമിച്ച് സംഭവിച്ചു. So it is an example for redox reaction. Displacement reactions are redox reaction. കുട്ടികൾ ഈ ബോക്സ് നോട്ട്ബുക്കിലേക്ക് എഴുതണം. കാണാതെ പഠിച്ചതിന് ശേഷം കാണാതെ എഴുതിയിട്ട് ഈ ഒരു എക്സാമ്പിൾ എഴുതി വെക്കുക. ഈ ഒരു കെമിക്കൽ ഫോർമുല എഴുതുക. Zn+, ഈ ഓക്സിഡേഷൻ നമ്പറൊക്കെ എഴുതിയിട്ടുള്ളത് എഴുതിയിട്ട് ഇതിലെ രണ്ടിലും നടന്ന കാര്യങ്ങളുണ്ടല്ലോ, സിങ്ക് ഈ ഇക്വേഷൻ എഴുതാം. ഇത് Zn gives Zn2 ++ 2 ഇലക്ട്രോൺ എന്നിട്ട് സിങ്ക് ഓക്സിഡൈസ്ഡ് എന്നുള്ള സെൻറ്റൻസ് എഴുതുക. ഇനി Cu2 ++ 2 ഇലക്ട്രോൺ Cu എന്ന് എഴുതിയിട്ട് റെഡ്യൂസ്ഡ് എന്നുള്ള അതിൻ്റെ കാരണം എഴുതാം കേട്ടോ. അപ്പോൾ ഈ ബോക്സ് നോട്ട്ബുക്കിലേക്ക് എഴുതുക, ഇക്വേഷൻ എഴുതുക. ഈ രണ്ട് സിങ്കിനും കോപ്പറിനും നടന്ന കാര്യങ്ങൾ എഴുതിയിട്ട് ഈ രണ്ട് സെൻറ്റൻസും കൂടെ നോട്ട്ബുക്കിൽ പഠിച്ചിട്ട് കാണാതെ എഴുതുക കേട്ടോ. നോക്കി പകർത്തിയിട്ട് കാര്യമില്ല. അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. താങ്ക് യു ഓൾ ഓഫ് യു.